എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്സിലെ 4ാമത്തെ പാഠഭാഗമാണ്. പാഠത്തിൻ്റെ പേരെല്ലാവർക്കും അറിയാം, ഭാഗ കണക്കുകൾ. അപ്പോൾ ഇതിലെ പേജ് നമ്പർ 56, 57, പേജ് നമ്പർ 60 എല്ലാ പ്രോബ്ലംസും വിശദീകരിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 61-ലെ 5 കണക്കാണ്. 5 കണക്കാണ് നമുക്കുള്ളത്. പേജ് നമ്പർ 61-ലെ 5 കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തത് കൂട്ടലാണല്ലേ, സങ്കലനം. അതിൻ്റെ പലവിധ ചോദ്യങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ട് ഈ ഒരു പ്രോബ്ലംസൊക്കെ 1-2 പ്രോബ്ലംസ് ഇനി കുറയ്ക്കലും ആണ്. ഈ കുറയ്ക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കൂട്ടൽ ചെയ്ത പോലെ തന്നെയാണ്. ഛേദങ്ങൾ ഒരേ ഛേദമാക്കുക, നേരത്തെ നമ്മൾ കൂട്ടി അതിന് പകരം കുറയ്ക്കുക, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം 1/2 കുറയ്ക്കണം 1/8. ഓക്കെ, ഇവിടെ 2ഉം 8ഉമാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഭിന്നസംഖ്യകൾ കുറയ്ക്കാൻ നമ്മൾ ആദ്യം ഛേദങ്ങൾ തുല്യമാക്കണം. ഇവിടെ 2ഉം 8ഉമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം 2ൻ്റെ ഗുണിതം എന്ന് പറയുമ്പോൾ 2, 4, 6, 8. ഓക്കെ, 8ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 8, 16 അങ്ങനെ പോകുന്നു അല്ലേ, 24, 32 അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ പൊതുഗുണിതം അഥവാ നമ്മുടെ ലസാഗു ഏതാണ്? ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് 8 8ആണ്. അപ്പോൾ നമുക്ക് 8ലേക്കാണ് നമ്മുടെ ഛേദം 8 മാറ്റേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കണക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഛേദം ഒരേപോലെ ആക്കണം. അതിനു വേണ്ടിയിട്ട് പൊതുഗുണിതങ്ങളിൽ നിന്ന് വെച്ചിട്ട് ഏറ്റവും ചെറിയ പൊതുഗുണിതത്തെ അഥവാ ലസാഗുവിനെ നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ആദ്യം 1/2 1/2ൻ്റെ ഛേദം 8 മാറ്റണം. 1/2നെ ഛേദം 8 മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാം 2നെ 8 മാറ്റണമെങ്കിൽ അവിടെ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമ്മൾ അംശത്തെയും ഛേദത്തെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചു. 1 ഗുണിക്കണം 4, 4, 2 ഗുണിക്കണം 4, 8. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ 1/8. അപ്പോൾ നമ്മൾ അതിനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 4/8 ചെയ്തു, കുറയ്ക്കണം 1/8. ഇനി നമ്മൾ സാധാരണ ഗുണിക്കുന്ന മാതിരി 4 കുറയ്ക്കണം 1/8. 4 കുറയ്ക്കണം 1 എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ 3, 3/8. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 3/8. ഇത്രയും സിമ്പിളാണ് ഈ ഒരു പ്രോബ്ലംസ്. അപ്പോൾ ഇനി അടുത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. 3/4 കുറയ്ക്കണം 1/8. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 4നെയും 8നെയും ഒരേ ഛേദമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 4, 8, 12. 8ൻ്റെ ഗുണിതം പറയാന്ന് വെച്ചാൽ 8, 16. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം എത്രയാണ്? 8ആണ്. അപ്പോൾ നമുക്ക് 3/4 എന്താക്കണം? ഛേദം 8 മാറ്റണം. അപ്പോൾ 3/4, 4നെ എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 8 ആവുക? 2 കൊണ്ട് ഗുണിച്ചാലാണ് 8 ആവുക അല്ലേ. അപ്പോൾ നമ്മൾ 3നെ 2 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ നമുക്ക് 6 കിട്ടി. 4നെ 2 കൊണ്ട് ഗുണിച്ചു, നമുക്ക് 8 കിട്ടി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ 3/4നെ നമ്മൾ 8 ഛേദമാക്കി. അപ്പോൾ 6/8ആണ്. അപ്പോൾ 3/4 പകരം നമുക്ക് ഇവിടെ കിട്ടിയത് 6/8. ഇനി നമ്മുടെ 1/8ന് നമ്മളൊന്നും ചെയ്യേണ്ട, 8 തന്നെയാണ് ഛേദം. ഇനി നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഇനി കുറയ്ക്കാം. 6 കുറയ്ക്കണം 1, 1/8. 6 കുറയ്ക്കണം 1 എന്ന് പറയുന്നത് 5, 5/8. വളരെ സിമ്പിളാണ്. ഇനി അടുത്ത പ്രോബ്ലം 1/3 കുറയ്ക്കണം 1/5. അതും നമുക്ക് ചെയ്യാം. 1/3 കുറയ്ക്കണം 1/5. ഇവിടെ 3ഉം 5ഉം രണ്ടും വ്യത്യസ്ത ഛേദങ്ങളാണ്. നേരത്തെ നമ്മൾ ചെയ്തതിലൊക്കെ നമ്മൾ ഉദ്ദേശിച്ച ഛേദം തന്നെയായിരുന്നു. ഇതിൽ 3ഉം 5ഉമാണ്. അപ്പോൾ നമുക്കത് ഏതാ നോക്കാം. ഛേദങ്ങൾ തുല്യമാക്കണം. അപ്പോൾ 3ൻ്റെയും 5ൻ്റെയും ഗുണിതങ്ങൾ നോക്കുക. 3, 6, 9, 12, 15. ഓക്കെ, 5, 10, 15. അപ്പോൾ ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏതാണ്?
15 ഏറ്റവും ചെറിയ പൊതുഗുണിതം 15. ഓക്കെ, 15. അപ്പോൾ നമ്മളിനി രണ്ടിനെയും മാറ്റണം. 1/3 15ലേക്ക് മാറ്റണം, 1/5 15ലേക്ക് മാറ്റണം. അപ്പോൾ 1/3 നമ്മൾ 15ലേക്ക് മാറ്റണമെങ്കിൽ അവിടെ എന്ത് ഗുണിക്കേണ്ടത് അറിയാമല്ലോ, 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 1 ഗുണിക്കണം 5 5, 3 ഗുണിക്കണം 5 15. ഇനി 1/5 നമുക്ക് ഛേദം 15 ആക്കി മാറ്റും. 1 ഗുണിക്കണം 3 3, 5 ഗുണിക്കണം 3 15. ഓക്കെ, ഇനി നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് അങ്ങോട്ട് കുറയ്ക്കാം. ഇവിടെ 5 5/15 കുറയ്ക്കണം 3/15. 5ൽ നിന്ന് 3 കുറച്ച് എത്രയാണ്? 2/15. നമ്മുടെ ഉത്തരം ശരിയല്ലേ? 2/15. ഇനി നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 2/5 കുറയ്ക്കണം 1/3. ഇത് വളരെ സിമ്പിളാണ്. 5ൻ്റെയും 3ൻ്റെയും എന്താണ് പൊതുവായ ഗുണിതം ഏറ്റവും ചെറുത് 15 നമ്മൾ നേരത്തെ കണ്ടാണ്. ഇനി 2/5 നമുക്ക് 15 ആക്കണം, 1/3 ഛേദം 15 ആക്കണം. 2/5 നമ്മൾ ഛേദം 5 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 15 കിട്ടി, 2 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 6 കിട്ടി. അതേപോലെ 1 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 5 കിട്ടി, 3 5 കൊണ്ട് ഗുണിച്ചപ്പോൾ 15 കിട്ടി. ഇനി നമുക്ക് സാധാരണ ഗതിയിൽ അങ്ങോട്ട് കുറയ്ക്കാം. അതായത് 6 കുറയ്ക്കണം 5. 6 കുറയ്ക്കണം 5 എന്ന് പറഞ്ഞാൽ 1/15. ഉത്തരം എത്രയാണ്? 1/15. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം, പേജ് നമ്പർ 61 അവസാനത്തെ ചോദ്യമാണ്. 2/3 കുറയ്ക്കണം 1/5. ഇവിടെയും ഛേദങ്ങൾ തുല്യമാക്കണം. 3ൻ്റെയും 5ൻ്റെയും LCM അഥവാ ലസാഗു എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പൊതുഗുണിതം. അപ്പോൾ അത് 15. നമ്മൾ നേരത്തെ അതൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ 2/3 നമുക്ക് എന്താക്കണം? ഛേദം 15 ആക്കണം. അപ്പോൾ 3 എന്തുകൊണ്ട് ഗുണിച്ചാലാണ് 15 ആവുക? 5 കൊണ്ട് ഗുണിച്ചാലാണ് 15 ആവുക. 2 5 കൊണ്ട് ഗുണിച്ചു, അപ്പം 10/15. ഓക്കെ, ഇവിടെ കണ്ടല്ലോ, 2 ഗുണിക്കണം 5 10, 3 ഗുണിക്കണം 5 15. ഇനി നമുക്ക് അടുത്തത് 1/5 ആണ്. 1/5 നമ്മൾ ഛേദം 15 ആക്കണം. അപ്പോൾ 5നെ 3 കൊണ്ട് ഗുണിച്ചു 15, 1നെ 3 കൊണ്ട് ഗുണിച്ചു 3/15. ഒക്കെ രണ്ടും സെറ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? സാധാരണ കുറയ്ക്കുന്ന മാതിരി അങ്ങോട്ട് കുറയ്ക്കുക. ഇനി 10/15 കുറയ്ക്കണം 3/15. അപ്പോൾ 10/15 10ൽ നിന്നും 3 കുറയ്ക്കുക അല്ലേ? 10ൽ നിന്നും 3 കുറച്ചാൽ എത്രയാണ്? 7. ഉത്തരം എത്രയാണ്? 7/15. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് പേജ് നമ്പർ 61 5 പ്രോബ്ലംസാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.